നമസ്കാരം. ഈയിടെ നടന്ന ഒരു പത്രസമ്മേളനത്തിൽ മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത് KSRTC ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണെന്നാണ്. ഒരു ഇലക്ട്രിക് ബസിന്റെ കാശ് കൊണ്ട് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ്. ചില കണക്കുകളും അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്, ഒരു ഇലക്ട്രിക് ബസ്സിന് ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത് കൊടുക്കേണ്ടി വരും. അത്രയും കാശിന് 25 ലക്ഷം രൂപയുടെ 4 ഡീസൽ ബസ്സുകൾ വാങ്ങിക്കാൻ സാധിക്കും. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് KSRTC ഇലക്ട്രിക് ബസ് ഓടിച്ചാൽ നഷ്ടമാണെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് മനസ്സിലാവാത്തത്. വണ്ടി ഓടി തുടങ്ങിയതിന് ശേഷമുള്ള കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ KSRTC ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടമാണോ ലാഭമാണോ എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSRTC ഡീസൽ ബസിന്റെ ചെലവും ഇലക്ട്രിക് ബസിന്റെ ചെലവും തമ്മിലുള്ള താരതമ്യമാണ്. ഒരു KSRTC ഡീസൽ ബസിന്റെ ആവറേജ് മൈലേജ് 4 കിലോമീറ്റർ ആണ്. 1 ലിറ്റർ ഡീസലിന് ഏകദേശം 100 രൂപയ്ക്ക് തൊട്ട് താഴെയാണ് ഇപ്പോഴത്തെ വില. കണക്ക് കൂട്ടുന്നത് എളുപ്പമാവാനും പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാനും വേണ്ടി ഡീസലിന്റെ വില 1 ലിറ്ററിന് റൗണ്ട് ഫിഗറായി 100 രൂപയാണ് കൂട്ടുന്നത്. അത് നമുക്ക് അവസാനം അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ KSRTC ഡീസൽ ബസിന് 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 രൂപയുടെ ഡീസലാണ് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് ഇലക്ട്രിക് ബസിന്റെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഹെവി വണ്ടികൾ അല്ലാത്ത മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി കപ്പാസിറ്റിക്ക് അനുസരിച്ച് കറണ്ട് ചിലവ് എത്ര വരുമെന്നും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറുമ്പോൾ ചിലവ് എത്ര ചുരുങ്ങുമെന്നും, അതായത് എത്ര ലാഭം ഉണ്ടാവും എന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ മുമ്പ് നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ ഒരു രീതി വെച്ച് തന്നെയാണ് KSRTC ഇലക്ട്രിക് ബസിന്റെ കറണ്ട് ചിലവ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഹരിയാന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന PMI, അതായത് പാലസ് മോട്ടോഴ്സ് ഇൻഡസ്ട്രീസ് എന്ന ബസ് ബോഡി ബിൽഡേഴ്സും ഫോട്ടോൺ എന്നു പേരുള്ള ചൈനീസ് കമ്പനിയുമായി കൂടി ചേർന്നാണ് KSRTCക്ക് വേണ്ടിയുള്ള ബസ്സുകൾ അസംബിൾ ചെയ്തിരുന്നത്. 3 മോഡൽ വണ്ടികളാണ് ഇവർക്കുള്ളത്. 7 മീറ്ററുള്ള ലിറ്റോ, 9 മീറ്ററുള്ള റെജിയോ, പിന്നെ 12 മീറ്ററുള്ള അർബാനും. ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് KSRTCയുടെ റെജിയോ ഇലക്ട്രിക് സ്വിഫ്റ്റ് ബസിനെ കുറിച്ചാണ്. 151 കിലോവാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററിയിൽ വരുന്ന ഈ ബസ് 120 കിലോവാട്ട് DC ചാർജർ ഉപയോഗിച്ച് 1.5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതിനോടൊപ്പം ഒരു ഫുൾ ചാർജിൽ 180 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അത്രയൊന്നും റേഞ്ച്, അതായത് മൈലേജ് കിട്ടില്ലെങ്കിലും ഒരു 150 കിലോമീറ്റർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വണ്ടിയുടെ വില വരുന്നത് ഏകദേശം 1 കോടിക്ക് തൊട്ട് താഴെയാണ്. 1 കിലോവാട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 1 യൂണിറ്റ് കറണ്ടാണ് വേണ്ടതെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതായത് ഈ KSRTC ഇലക്ട്രിക് ബസിന്റെ 151 കിലോവാട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 151 യൂണിറ്റ് കറണ്ടാണ് ആവശ്യമുള്ളത്. ഇതൊരു ഗവൺമെന്റ് വാഹനമാണ്. ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് ചാർജ് വെച്ച്, അതായത് ഒരു യൂണിറ്റിന് 5 രൂപ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ 151 കിലോവാട്ട് അവർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ 755 രൂപയാണ് വേണ്ടത്. വണ്ടിയുടെ റേഞ്ച് 150 കിലോമീറ്റർ ആണ്. അതായത് 755 രൂപയ്ക്ക് 150 കിലോമീറ്റർ സഞ്ചരിക്കാമെന്നർത്ഥം. എന്ന് വെച്ചാൽ KSRTC ഇലക്ട്രിക് ബസ്സിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ 5 രൂപ മതിയെന്നർത്ഥം. ഇതേ സ്ഥാനത്ത് KSRTC ഡീസൽ ബസ്സിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 രൂപ വേണമായിരുന്നു. ഡീസൽ ബസ് ഒരു ദിവസം 150 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ 3750 രൂപയുടെ ഇന്ധനം ആവശ്യമുണ്ട്. അതായത് ഒരു മാസത്തേക്ക് 1,12,500 രൂപയുടെ ഡീസൽ വേണമെന്നർത്ഥം. ഇതേ ബസ് ഒരു വർഷം ഓടുകയാണെങ്കിൽ 13,50,000 രൂപയുടെ ഡീസലും 5 വർഷം ഓടുകയാണെങ്കിൽ 67,50,000 രൂപയുടെ ഡീസലും ആവശ്യമായി വരും. ശരിയല്ലേ? ഇതേ സ്ഥാനത്ത് ഇലക്ട്രിക് ബസ് നേരത്തെ നോക്കിയ കണക്ക് പ്രകാരം 1 കിലോമീറ്ററിന് 5 രൂപ വെച്ച് ഒരു ദിവസം 150 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ 750 രൂപയുടെ കറണ്ട് ആവശ്യമുണ്ട്. അതായത് ഒരു മാസത്തേക്ക് 22,500 രൂപയുടെ കറണ്ട് ചിലവാകും. ഒരു വർഷത്തേക്ക് നോക്കുമ്പോൾ 2,70,000 രൂപയുടെയും 5 വർഷത്തേക്ക് നോക്കുമ്പോൾ 13,50,000 രൂപയുടെയും കറണ്ടാണ് ആവശ്യമായി വരുന്നത്. കറക്റ്റ് അല്ലേ? അതായത് 5 വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ KSRTC ഡീസൽ ബസിന്റെ ഇന്ധന ചെലവ് 67,50,000 രൂപ വരുമ്പോൾ ഇലക്ട്രിക് ബസിന് 5 വർഷത്തേക്ക് കറണ്ട് ചെലവ് വരുന്നത് 13,50,000 രൂപ മാത്രമാണ്. മന്ത്രി പറഞ്ഞത് ഒരു ഇലക്ട്രിക് ബസിന്റെ കാശ് കൊണ്ട് 4 ഡീസൽ ബസ്സുകൾ വാങ്ങാമെന്നാണ്. ഇവിടെ ഇന്ധന ചെലവിൽ മാത്രം 4 ഇരട്ടിയിൽ കൂടുതൽ ലാഭമുണ്ട് ഇലക്ട്രിക് ബസ്സിൽ. മെയിന്റനൻസിന്റെ ലാഭം വേറെയും. അതിലേക്ക് വരാം. തുടക്കത്തിൽ നമ്മൾ ഡീസലിന്റെ വില 100 രൂപയാണ് കൂട്ടിയത്. ശരിക്കും അത്ര വരുന്നില്ല, ലേശം കുറവുണ്ട്. അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡീസൽ ചെലവ് 67,50,000 പകരം 65 ലക്ഷം രൂപയാണ് കണക്കാക്കുന്നത്. 65 ലക്ഷത്തിൽ നിന്നും ഇലക്ട്രിക് ബസിന്റെ കറണ്ട് ചിലവായ 13,50,000 കുറച്ചാൽ 51,50,000 രൂപയുടെ ചെലവ് ചുരുങ്ങിയതായി കാണാം. അതായത് അത്രയും ലാഭമാണെന്നർത്ഥം. ഇത് ഒരു ദിവസം 150 കിലോമീറ്റർ ഓടുന്ന ഒരു ബസിന്റെ മാത്രം 5 വർഷത്തെ കണക്കാണ്. ചില KSRTC ബസ്സുകൾ 300 കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓടാറുണ്ട്. 300 കിലോമീറ്റർ ഓട്ടം കൂട്ടുകയാണെങ്കിൽ KSRTC ബസ് 150 കിലോമീറ്റർ ഓടുമ്പോഴുണ്ടാവുന്ന ലാഭത്തിന്റെ ഇരട്ടിയായിരിക്കും ലഭിക്കുന്നത്. അതായത് ഏകദേശം 1 കോടി 3 ലക്ഷം രൂപയുടെ ലാഭം ഒരു ബസ്സിൽ നിന്ന് 5 വർഷത്തിൽ. ഈ ബസ്സുകളൊക്കെ 5 വർഷം മാത്രമാണോ ഓടുന്നത്? ഒരിക്കലുമല്ല. കൂടുതൽ വർഷങ്ങൾ ഓടുകയും അതിനനുസരിച്ച് കൂടുതൽ ലാഭം ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഓട്ടം കൂടുന്നതിനനുസരിച്ച്
കൂടുന്നതിനനുസരിച്ച് ബാറ്ററി മാറ്റേണ്ടി വരും. അതിന്റെ കണക്ക് നമുക്ക് നോക്കാം. BYD പോലെയുള്ള കമ്പനികൾ ഹെവി വണ്ടികൾക്കെല്ലാം LFP ബാറ്ററികളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതെന്നും KSRTCയുടെ നമ്മളിപ്പോൾ സംസാരിക്കുന്ന റെജിയോ എന്ന ഇലക്ട്രിക് ബസ്സിലും LFP ബാറ്ററി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. LFP ബാറ്ററിയുടെ പ്രത്യേകത ചാർജിംഗ് സൈക്കിൾ കൂടുതലാണെന്നുള്ളതും തീ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതുമൊക്കെയാണ്. 3000 ചാർജിംഗ് സൈക്കിളാണ് ഈ ബാറ്ററിയുടേത്. അതായത് ഈ ബാറ്ററി 0 മുതൽ 100% വരെ ഏകദേശം 3000 തവണ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം. അത്രയുമാണ് ഈ ബാറ്ററിയുടെ കാലാവധി. 150 കിലോമീറ്റർ റേഞ്ച് നൽകുന്ന KSRTC റീജിയോ ഇലക്ട്രിക് ബസ് ഒരു ദിവസം ഒരു ഫുൾ ചാർജ് ചെയ്യുന്ന കണക്ക് വെച്ച് നോക്കിയാൽ 5 വർഷം കൊണ്ട് 1825 തവണ ബാറ്ററി ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ഈ ബസിന്റെ ബാറ്ററി 5 വർഷത്തിൽ മാറ്റേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല ഏകദേശം 1200-നടുത്ത് ചാർജിംഗ് സൈക്കിൾ ബാക്കിയുമുണ്ട്. അതായത് ഈ ബാറ്ററി വീണ്ടും ഒരു 4 കൊല്ലത്തിനടുത്ത് ഉപയോഗിക്കാമെന്നർത്ഥം. ഇനിയിപ്പോൾ ഒരു ദിവസം 300 കിലോമീറ്ററിനടുത്ത് ഓടുന്ന ഒരു KSRTC ഇലക്ട്രിക് ബസ് ആണെങ്കിൽ ബാറ്ററി ഒരു ദിവസം 2 തവണ ചാർജ് ചെയ്യേണ്ടി വരും. 1.5 മണിക്കൂർ കൊണ്ട് ഈ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെയില്ല. ഈ ഒരു കണക്ക് വെച്ച് 5 വർഷത്തിൽ 3650 തവണ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യേണ്ടി വരും. 3000 ചാർജിംഗ് സൈക്കിളാണ് കാലാവധി എന്നാണ് ബാറ്ററി കമ്പനി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 300 കിലോമീറ്ററിനടുത്ത് ഓടുന്ന ബസ്സുകളിലെ ബാറ്ററി ഏകദേശം 4-4.5 വർഷത്തിൽ മാറ്റേണ്ടി വരുമെന്നർത്ഥം. ഒരു ദിവസം 150 കിലോമീറ്റർ ഓടുന്ന ബസ്സാണെങ്കിൽ ഒരു ബാറ്ററി 9 വർഷത്തിനടുത്ത് വരെ കിട്ടുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 151 കിലോവാട്ട് അവർ ബാറ്ററിക്ക് ഏകദേശം 25 ലക്ഷം രൂപയ്ക്കടുത്ത് വില വരും. 300 കിലോമീറ്ററിനടുത്ത് ഓടുന്ന ബസിന്റെ ബാറ്ററി 4 വർഷത്തിന് ശേഷം മാറ്റേണ്ടി വരുമ്പോഴും ആ ബസ് ഒരുപാട് കിലോമീറ്റർ ഓടുന്നുണ്ടെന്നും അതിനനുസരിച്ചിട്ടുള്ള ലാഭം ഉണ്ടാക്കുന്നുണ്ടെന്നും ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഡീസൽ ഹെവി വണ്ടികളിൽ നല്ല രീതിയിലുള്ള മെയിന്റനൻസ് ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്കുള്ള ഓയിൽ ചേഞ്ചിങ്ങും ബ്രേക്ക് പാഡ് മാറ്റൽ അങ്ങനെ പലതും. ഇലക്ട്രിക് വണ്ടികളിൽ മെയിന്റനൻസ് വളരെ കുറവാണ്. ഓയിൽ ചേഞ്ച് ആവശ്യമില്ല. റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡ് ഒക്കെ മാറ്റുന്നത് ഡീസൽ ബസ്സിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ തവണ മാത്രമാണ്. മെയിന്റനൻസിന്റെ കാര്യത്തിൽ 5 വർഷത്തേക്ക് വളരെ വലിയൊരു ചെലവ് തന്നെ ഡീസൽ വണ്ടികളെ അപേക്ഷിച്ച് ഇലക്ട്രിക് വണ്ടികൾക്ക് ചുരുങ്ങുന്നുണ്ട്. ഗിയർ ഇല്ലാത്ത ഡീസൽ ഹെവി വണ്ടികൾ ഇറങ്ങുന്നുണ്ടെങ്കിലും മിക്ക ഡീസൽ ഹെവി വണ്ടികൾക്കും ഗിയർ ഉണ്ടാവും. പക്ഷേ ഇലക്ട്രിക് ബസ്സുകൾക്കൊന്നും ആ പ്രശ്നമില്ല. എല്ലാം ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഡ്രൈവർ വളരെ കംഫർട്ടബിൾ ആയിരിക്കും എല്ലാ രീതിയിലും. വൈബ്രേഷനും സ്മോക്കും കാര്യങ്ങളും ഒന്നുമില്ലാതെ വളരെ സ്മൂത്ത് റൈഡ് ആയതുകൊണ്ട് തന്നെ ക്ഷീണവും കുറവായിരിക്കും. പിന്നെ പലരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഹെവി വണ്ടിയാകുമ്പോൾ കയറ്റങ്ങളെല്ലാം കയറുമോ എന്ന്. അതിനുള്ള ഉദാഹരണം കേരളത്തിൽ ഇപ്പോൾ ഇലക്ട്രിക് ട്രക്കുകൾ വരെ ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല ഇലക്ട്രിക്കിന്റെ പവറിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർ ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കില്ല. ചൈനയിലെ ഷെൻസനിൽ 17,000-ഓളം ഡീസൽ ബസ്സുകൾ പിൻവലിച്ച് അത്ര തന്നെ പുതിയ ഇലക്ട്രിക് ബസ്സുകൾ ഇറക്കി ഓടിച്ചു തുടങ്ങിയിട്ട് 2024 6 വർഷം തികയുന്നു എന്നൊരു റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു. ലോകം മുഴുവൻ ഇലക്ട്രിക്കിലേക്ക് മാറി ചിലവ് ചുരുക്കി ലാഭം ഉണ്ടാക്കുകയും അന്തരീക്ഷ മലിനീകരണം ഇല്ലാതാക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം KSRTC ഇലക്ട്രിക് ബസ്സുകൾ ഓടുന്നത് നഷ്ടമാണെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത്. എങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാലും ഇലക്ട്രിക് വാഹനങ്ങൾ ലാഭം തന്നെയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു കണക്ക് തീർച്ചയായും പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗോ ഗ്രീൻ, ഗോ ഇലക്ട്രിക്.